ന്യൂസ് 18 കേരളത്തിന്റെ മീറ്റ് ദ ലീഡർ പ്രോഗ്രാമിൽ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചേരുകയാണ്. CPM സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. MV ഗോവിന്ദനോട് വിശദമായി സംസാരിക്കാം. ശ്രീ MV ഗോവിന്ദൻ, എന്തായാലും CPM സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകാൻ പോവുകയാണ്. ഇത്തവണ പിണറായി വിജയൻ സർക്കാർ ഒരു മൂന്നാം ടേമിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രചാരണം നടക്കുന്നുണ്ടല്ലോ. എന്താണ് അതിന് പിന്നിലുള്ള ഒരു വാസ്തവം? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ ആകെയുള്ള ഒരേ ഒരു ബദൽ നിലപാട് മുന്നോട്ടേക്ക് വെച്ചത് ഉള്ള ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിൻ്റെ രണ്ടാം ടേമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ ചരിത്രത്തിലാദ്യമായി കേരളത്തിന് പുതിയ ഒരു ദിശാബോധം നൽകുന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ നിന്നുകൊണ്ട് ഒരു മൂന്നാം LDF ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഭരണകക്ഷിയിലെ പ്രമുഖ നേതാക്കന്മാരുൾപ്പെടെ കോൺഗ്രസിലെ സാധാരണ ജനങ്ങളുൾപ്പെടെ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഉത്കണ്ഠയാണ് അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിന് വേറെ വിശദീകരണമൊന്നും വേണ്ട. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു മൂന്നാം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി നേതാക്കളിലും പാർട്ടിക്കാരിലും ഉൽപ്പാദിപ്പിക്കാനായ ഒരു ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിലെ രണ്ടാം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്. താങ്കളുടെ ഒരു ആത്മവിശ്വാസം മാത്രമല്ലേ അത്? കാരണം 2 ടേമിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോൾ അതിനെ അതിജീവിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അതാണല്ലോ കേരളത്തിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞത്. നിങ്ങളെല്ലാം പറഞ്ഞതാണല്ലോ. ചേലക്കര എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അന്ത്യം കുറിക്കാൻ പോവുകയാണ്, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തള്ളിച്ചയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ പ്രചരണം നടത്തിയല്ലോ എല്ലാവരും. എന്നിട്ട് എന്തായി? എവിടെ പോയി ഈ ഭരണവിരുദ്ധ വികാരം? അതൊന്നും കേരളത്തിലെ ജനങ്ങൾ പ്രതിഫലിച്ചില്ലല്ലോ. പക്ഷെ അതൊരു സ്വന്തം സീറ്റിനെ കുറിച്ച് ഇത്രമാത്രം ഒരു ആത്മവിശ്വാസം മതിയല്ലോ. സ്വന്തം സീറ്റിനെ മതിയല്ലോ കേരളത്തിൽ. അങ്ങനെ നിങ്ങൾ വിശദീകരിച്ചാൽ സ്വന്തം സീറ്റ് തന്നെ കേരളത്തിൽ കിട്ടിയാൽ മൂന്നാം ഗവൺമെൻറ് ഉറപ്പല്ലേ? സ്വന്തം സീറ്റ് എന്ന് പറയുമ്പോൾ അത് കുത്തക സീറ്റായിരുന്നു. കുത്തക സീറ്റൊന്നുമല്ല, പണ്ടേ കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റാണ്. വീണ്ടും അധികാരത്തിലേക്ക് വരും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് ഈ UDF വരുന്നു? ഈ കേരളത്തിലെ വികസന പ്രവർത്തനത്തിൻ്റെ ഇപ്പോഴും ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണി ഏതാ? ഈ കേരളം കാണുന്ന പശ്ചാത്തല സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് എന്താണ് കേരളത്തിൽ? ഹൈവേയുടെ വികസനം. ഹൈവേ അല്ലേ? ഈ ഹൈവേ ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അല്ലെങ്കിൽ ഉണ്ടാവുമോ? ഏത് ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ഈ ഹൈവേയുടെ വികസനം എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരാണല്ലോ ഹൈവേ വികസനത്തിന് അന്നും കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണല്ലോ ഉള്ളത്. എന്നിട്ട് ഉമ്മൻചാണ്ടി എന്താ പറഞ്ഞേ? ഫയൽ മടക്കിയിട്ട് അവസാനിപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി 1 ഇഞ്ച് ഭൂമി ഞങ്ങൾ ഏറ്റെടുക്കാനില്ല, നാഷണൽ ഹൈവേ 66 വേണ്ട. എവിടെയാണ് ഗേൽ പദ്ധതി നടപ്പിലാക്കാനാകുക? വേണ്ട, തീരുമാനിച്ചതല്ലേ. നിങ്ങൾക്ക് ഒരു പരിപാടി നടപ്പിലാക്കാനാവില്ല. നിങ്ങൾ ജനങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഉടനെ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ എല്ലാവരും കയറി നിന്ന് അത് വേണ്ട, ഭൂമി ഏറ്റെടുക്കാൻ പാടില്ല, അവിടെ റോഡ് വേണ്ട, ഭൂമി ഏറ്റെടുക്കാൻ പാടില്ല. ഇവിടെ ഇപ്പോഴും നാഷണൽ ഹൈവേന്റെ മാത്രമല്ല പഴയ പല കാര്യങ്ങളും മറന്നുകൊണ്ടാണ് പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് വികസനം വരുമ്പോൾ അവിടെ എന്തെങ്കിലും ഉമ്മൻചാണ്ടിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് 45 മീറ്റർ വീതിയിൽ റോഡ് ഏറ്റെടുക്കണമെന്ന് അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണ് സർവകക്ഷി യോഗത്തിൽ പറഞ്ഞത്. അന്ന് ഞങ്ങൾ എതിർത്ത് വരികയല്ല ഇതേ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അതൊരു പരിഹാസ രൂപത്തിൽ പോലും പറയുന്ന കാര്യമാണ്. ഇടതുപക്ഷം പ്രതിപക്ഷത്തായിരിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷേ അതേ കാര്യങ്ങൾ തന്നെ ഭരണത്തിലിരിക്കുമ്പോൾ അതിനൊരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ തുടർച്ചയായിട്ട് 9 വർഷം ഭരണത്തിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിന് വികസനം ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത് ഇടതുപക്ഷം ഭരണപക്ഷത്തിരുന്നാലേ ഇതൊക്കെ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഒരു ഭരണ തുടർച്ച ഇടതുപക്ഷത്തിന് കിട്ടിക്കോട്ടെ എന്ന് കിട്ടിക്കോട്ടെ ഞാൻ ചിന്തിക്കുന്നുണ്ടല്ലേ. അതെന്തുകൊണ്ടാണ്? പ്രതിപക്ഷത്ത് പോയി കഴിഞ്ഞാൽ എതിർക്കും. വെറുതെ പറയുന്നതാണ്. ഞങ്ങൾ ഒന്നും എതിർക്കില്ല. ഞങ്ങൾ ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ടാണ് പ്രവർത്തിച്ചത്. നിങ്ങൾ ഇപ്പം ചെയ്യുന്ന പോലെ വികസനത്തിന് വോട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരൊറ്റ വികസനവും നടത്താൻ പാടില്ല എന്ന് ഈ പ്രതിപക്ഷം പറയുന്ന പോലെ ലോകത്ത് ഏതെങ്കിലും പ്രതിപക്ഷം പറയും? ഈ പ്രതിപക്ഷം ഒന്നും മിണ്ടുന്നില്ല. വികസനത്തിനെതിരെ ഒരു അക്ഷരം അവർ പറയുന്നില്ല. നല്ലോണം ഉണ്ടെന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതല്ല ഗയൽ പദ്ധതിക്ക് അവരെതിരായിരുന്നില്ലേ? ലാത്തി ചാർജില്ലേ നടത്തേണ്ടി വന്നത് കോഴിക്കോടിൻ്റെയും അതുപോലെ തന്നെ മലപ്പുറത്തിൻ്റെ അതിർത്തിയിൽ എല്ലാ വികസന പ്രവർത്തനം ഹർത്താൽ പോലും അവർ വെച്ചിട്ടില്ല. പക്ഷേ ഹർത്താൽ എന്താ വെക്കാതിരുന്നത് എന്നുള്ള കേസ് പേടിച്ചിട്ടായിരിക്കും. കേസേ ഹർത്താൽ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ നടത്താൻ പാടില്ല. അതുകൊണ്ടായിരിക്കും. വേറെ എന്ത് കാര്യം?
പക്ഷെ അത് ഞങ്ങളിപ്പോ നമ്മൾ കേരളത്തിൽ നിക്ഷേപിക്കാനായിട്ട് കേരളത്തിൽ നിക്ഷേപിക്കാൻ ഇപ്പോൾ 52,000 ലക്ഷം കോടിയുടെ 52,000 കോടി 1.52 ലക്ഷം കോടി 2 ലക്ഷം കോടി അത് വികസനമാണ് വരുന്നത്. അപ്പോൾ ഇതിനൊരു കാരണം എന്ന് പറയുന്നത് നിക്ഷേപകർക്ക് പേടിയില്ല, അതിനൊരു കാരണം എതിർക്കാൻ ആരും ഉണ്ടാവുകയില്ല എന്നുള്ളത് കൂടിയാണ്. അവിടെ പ്രതിപക്ഷത്തിന് ഒരു മാർക്കെങ്കിലും കൊടുക്കൂ. എതിർക്കാനുള്ള നല്ല ആളുണ്ട്, പക്ഷേ എതിർത്തതുകൊണ്ടൊന്നും ഇവിടെ ആ എതിർപ്പ് വിലപ്പോവില്ല. അതാണ് കാര്യം. എതിർക്കാൻ ആളില്ലായിട്ടൊന്നുമല്ല. വി ഡി സതീശനെ പോലെയും അതുപോലെ തന്നെ സുധാകരനെ പോലെയുള്ള ആളുകളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഏത് പരിപാടിയാണ് എതിർക്കാതിരിക്കുന്നത്? എല്ലാം എതിർക്കുക, പരിഹസിക്കുക, കളിയാക്കുക, അതിശക്തിയായ രീതിയിൽ സമരം നടത്തുമെന്ന് പ്രഖ്യാപിക്കുക ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രതിപക്ഷ നേതാവ് നിങ്ങളോടൊപ്പം വേദി പങ്കിട്ടു, മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിട്ടു, അതിനൊരു മാതൃക കാണിക്കുകയും ചെയ്തു. അത് നല്ലത്. അതിന് ഞങ്ങളിവരല്ല, വേറെ വഴിയില്ലാതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നിക്ഷേപ സംഗമത്തിൻ്റെ ഭാഗമായിട്ട് സുമിത്തിൽ പ്രതിപക്ഷ നേതാവ് നല്ലത്, ആരോഗ്യകരം. ഞങ്ങളാരാ എതിർപ്പ് പറയുന്നത്? ഇപ്പോൾ അതുപോലെ തന്നെ ദുരന്തം വന്നപ്പോൾ ആ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ സാഹചര്യത്തിൽ യോജിപ്പുണ്ടാവട്ടെ, യോജിപ്പുണ്ടാകാൻ ഞങ്ങളാരും ഇതിലല്ല. പക്ഷേ കേരളത്തിൻ്റെ പൊതുവായ വികസനത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന ജനപങ്കാളിത്തത്തോടുകൂടിയ ജനങ്ങളുടെ പിന്തുണയോടുകൂടിയുള്ള എല്ലാ വികസനത്തിനും എതിരായിട്ടുള്ള നിലപാടാണ് ഇവർ. ഏറ്റവും അവസാനം വിഴിഞ്ഞം പദ്ധതി പൊളിക്കാൻ തന്നെ നടന്നില്ലേ? നിങ്ങൾ അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്ന് എത്ര പ്രാവശ്യം, എത്ര നൂറുകണക്കിന് യോഗങ്ങളിൽ ഈ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രസംഗിച്ചില്ലേ? അങ്ങനെ വരികയാണെങ്കിൽ ഇടതുപക്ഷം പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് CPM ഒക്കെ എതിർത്ത പദ്ധതിയാണ്. ഞങ്ങൾ അന്നും എതിർത്തിട്ടുണ്ട്. എന്തിനാണ്? നിങ്ങളുണ്ടാക്കിയിട്ടുള്ള കരാറിനെയാണ്. ഞങ്ങൾ ആ പദ്ധതിയൊന്നും എതിർത്തില്ല. ആ കരാറിൻ്റെ ഭാഗമായിട്ട് സ്വകാര്യവൽക്കരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ഞങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട്. ആ എതിർപ്പ് അതിശക്തിയായ രീതിയിൽ തുറന്നുകൊണ്ട് തന്നെ ആ പദ്ധതി വരണം, കേരളത്തിൻ്റെ ഭാവിയിൽ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളതിനെ പിന്തുണച്ച് മുമ്പോട്ടേക്ക് പോയത്. അല്ലാണ്ട് വഴിക്ക് വെച്ചിട്ട് ഞങ്ങൾ അവസാനിപ്പിക്കില്ല. ഇത് മാഷോട് സംസാരിക്കുമ്പോൾ രസകരമായി തോന്നുന്നത് ഈ പണ്ട് എതിർത്ത കാര്യങ്ങളെ ഇപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല. അതാണ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ സൂക്ഷ്മാംശം പരിശോധിക്കാണ്ടാണ് നിങ്ങൾ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ സൂക്ഷ്മാംശത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എതിർത്തിരുന്നില്ല. സ്വകാര്യ സർവകലാശാലകളെ എതിർത്തതല്ലേ പക്ഷേ ഇവിടെ സ്വകാര്യ സർവകലാശാലകളെയും വിദേശ സർവകലാശാലകളെയും CPM അല്ലേ? ഞങ്ങൾ എതിർപ്പാന്ന് അന്ന് മുതൽ ഇന്ന് മുതൽ വരുന്നു. വരട്ടെ, വരുന്നത് ഗവൺമെൻറ് അല്ലേ? ഈ ഒരു കാര്യം നിങ്ങളോട് വിശദീകരിച്ചറിയാം. അത് നിങ്ങൾക്ക് മനസ്സിലാവാതെ കൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ സൂക്ഷ്മാംശം പറഞ്ഞുതരാം. എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഈ അഭിമുഖങ്ങളെ ഇഷ്ടമുള്ളതല്ലേ കൊടുക്കുള്ളൂ. കൊടുത്തു എന്നാൽ ഞാൻ പറഞ്ഞു കേൾക്ക്. CPIM-ൻ്റെ രാഷ്ട്രീയ നിലപാട് നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അയ്യോ, അത് മനസ്സിലായില്ല ഇതുവരെ. ഇതൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് വേണം CPIM-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് വരാൻ. ഞാൻ പറഞ്ഞുതരാം. പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്തിരിക്കുമ്പോൾ എല്ലാം ഞാൻ തന്നെയാണ് പറയുന്നത്. CPIM നിലപാട് അല്ലെങ്കിൽ CPI-യുടെ നിലപാട് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എന്ന് ധരിച്ചതേ തെറ്റ്. അതാദ്യം മനസ്സിലാക്കാതെ കൊണ്ടാണ് ഈ അബദ്ധത്തിലേക്ക് മുഴുവൻ ചെന്ന് ചാടുന്നത്. ഇനി ഞാനൊരു കാര്യം കൂടി പറയാം, എന്തുകൊണ്ടാണെന്നും പറയാം. ഇന്ത്യൻ ഭരണകൂടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുത്തക മുതലാളിത്തത്തിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും താല്പര്യം സംരക്ഷിക്കുന്ന ഭരണകൂടമാണ്. ഇപ്പോഴാണെങ്കിൽ ഹിന്ദുത്വ അജണ്ടയാണ്, അമിതാധികാര വാഴ്ചയാണ്. അതാണ് ഇന്ത്യ കൈകാര്യം ചെയ്യുന്ന ഒരു മുഖമുദ്ര. ഇതാ ഭരണകൂടം. ഈ ഭരണകൂടത്തിൽ ലെജിസ്ലേച്ചറിൽ ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ട്, അസംബ്ലിയിൽ ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഗവൺമെൻറ് രൂപീകരിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് ഭരണകൂടത്തിൻ്റെ 4-1 എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഫോർത്ത് എസ്റ്റേറ്റ് നിങ്ങളുൾപ്പെടെ ഈ 4 എണ്ണം ഉണ്ട്. ഈ 4 എണ്ണത്തിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം എവിടെയുള്ളത്? ഫോർത്ത് എസ്റ്റേറ്റില്ല. നിങ്ങൾക്ക് ഉൾപ്പെടെയുള്ള ഫോർത്ത് എസ്റ്റേറ്റിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാവും. ആൾക്കാരുണ്ടല്ലോ. ഉണ്ട്. അത് പക്ഷേ ഭൂരിപക്ഷം, ഞാൻ ചോദിച്ച ചോദ്യം കൃത്യമായി നോക്കണം. ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടോ? ഞങ്ങൾ വളരെ ന്യൂനപക്ഷമാണ്. ഇനി ജുഡീഷ്യറിയിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടോ? ഇല്ല. എക്സിക്യൂട്ടീവിൽ ഭൂരിപക്ഷം ഉണ്ടോ? ഇല്ല. അല്ല, ജുഡീഷ്യറിയിൽ ഇന്നയാൾക്ക് ഭൂരിപക്ഷം ഉണ്ടോ? എന്തേ നോക്കാൻ പറ്റാതെ വർഗ്ഗപരമാണല്ലോ അവരെ നിലപാട് സ്വീകരിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ്? അത് മനസ്സിലായില്ലേ? അവരവരുടെ രാഷ്ട്രീയം ഉണ്ടാവും. വർഗ്ഗപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഏതാ കാണിക്കാതിരിക്കുന്നത്? അയോധ്യ കേസിലാ കാണിക്കാതിരുന്നത്? അല്ല, നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അവിടെയല്ല. ഞാൻ ഞെട്ടൽ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ CPM-ന്റെ രാഷ്ട്രീയ നിലപാടല്ല ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടും. ഇല്ല, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്തിരിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഞങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല സംസ്ഥാന ഗവൺമെൻറ്. അത് 1957 സഖാ VMS-ന്റെ ഗവൺമെൻറ് ആദ്യമായിട്ട് ചരിത്രത്തിൽ പാർലമെൻ്ററി വ്യവസ്ഥയിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ ഗവൺമെൻറ്റാണ് സഖാ VMS-ന്റെ ഗവൺമെൻറ്. ആ ഗവൺമെൻറ് EMS തന്നെയാണ് വിശദീകരിച്ചതാണ്
പാർട്ടി രാഷ്ട്രീയം അതിൻ്റെ നിലപാടുകൾ നടപ്പിലാക്കാൻ സാധിക്കുന്നതില്ല എന്നതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പരിമിതി. എന്നാൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ സാധിക്കുന്ന നിരവധി പരിപാടികളുമായിട്ട് ഈ ഗവൺമെൻറ്റിന് മുന്നോട്ടേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത. ഇത് രണ്ടും 57 പറഞ്ഞു തുടങ്ങിയതാണ്. ഇപ്പോഴും അത് ഞാനിത് പറയുമ്പോൾ നിങ്ങളൊരു അത്ഭുതത്തോടു കൂടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യം വന്നത് സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിലാണല്ലോ. സ്വകാര്യ സർവകലാശാല വേണ്ട എന്നുള്ളത് തന്നെയാണോ CPM വിദേശ സർവകലാശാല വേണ്ടെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം വിദേശ സർവകലാശാല വരാതിരിക്കില്ല ഇവിടെ. കാരണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു സീറ്റും ഇല്ലാണ്ട് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് പുതിയ യൂണിവേഴ്സിറ്റി ഉണ്ടാവാം. പുതിയ യൂണിവേഴ്സിറ്റിയെ പോലെ തന്നെയുള്ള യൂണിവേഴ്സിറ്റി ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അല്ല, അപ്പോൾ മാഷ് എന്തിനാ അപ്പോൾ 2002-2003 കാലഘട്ടത്തിലൊക്കെ AK ആന്റണി സർക്കാരിന്റെ കാലത്ത് സ്വാശ്രയ കോളേജുകളെ എന്തിനാ എതിർത്തു? സ്വാശ്രയ കോളേജ് AK ആന്റണി തന്നെ പറഞ്ഞല്ലോ, ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ +2 ഉൾപ്പെടെ വന്നപ്പോൾ എന്താ പറഞ്ഞിരുന്നത്? 2 +2 സ്വാശ്രയ കോളേജ് അല്ലേ? അതല്ലേ പറഞ്ഞത്? സ്വാശ്രയ കോളേജിന്റെ 2 സ്വാശ്രയ കോളേജുകൾ സമം ഒരു സർക്കാർ കോളേജ് എന്നല്ലേ? എന്നിട്ട് എന്താ ചെയ്ത്? അതായോ? ആന്റണി പറഞ്ഞല്ലോ അബദ്ധ പറ്റിപ്പോയതെന്ന്. ഞങ്ങൾ അതാ ഉദ്ദേശിച്ചത്. തിരുത്താനൊന്നും പറ്റിയില്ല. പിന്നീട് ഓരോ വർഷം തോറും ഫീസ് കൂട്ടി തന്നെ വന്നു. തുടർന്നു വന്നു. MA വിദ്യാഭ്യാസ മന്ത്രി സമയത്ത് ഒരു സ്വാശ്രയ നിയമം കൊണ്ടുവന്നു. പക്ഷേ അതിനെ കോടതി നിരാകരിച്ചു. സ്വാശ്രയം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാശ്രയം വേണ്ടെന്ന് വേണം മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, പരിമിതി അതാണ്. കോവളത്ത് വെച്ച് ശ്രീനിവാസ സാറിനെ തല്ലേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അതേ നയമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഞങ്ങൾ തല്ലുന്നതിനൊന്നും അന്നും യോജിച്ചില്ല, ഇന്ന് യോജിപ്പില്ല. ഞങ്ങൾക്ക് തല്ലേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ നിലപാടുകൾ മുന്നോട്ടേക്ക് വെക്കുകയാണ്. നിലപാടുകൾ ചിലത് ഞങ്ങളുടെ നിലപാട് തന്നെ ഞങ്ങൾക്ക് നടപ്പിലാക്കാനാവാത്ത സാഹചര്യം വരുന്നുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി നിങ്ങൾ ആരും ചീട്ടിലാണെന്ന് യൂണിവേഴ്സിറ്റി വരുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ വിദേശ സർവകലാശാല വരുന്നു. അതൊക്കെ വരുമ്പോൾ നമ്മുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് എത്രത്തോളം ജനങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൂടി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ പോയത്. കാരണം സംവരണം ഉൾപ്പെടെയുള്ള കാര്യം, അതുപോലെ തന്നെ കേരളത്തിന്റെ പ്രത്യേക റിസർവേഷൻ. അതായത് CPM-ന്റെ നയമല്ല ഈ സ്വകാര്യ സർവകലാശാലകൾ, വിദേശ സർവകലാശാലകൾ അല്ലേ? പക്ഷെ അത് നടപ്പിലാക്കാൻ അത് നിർബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എതിർപ്പില്ല. അതുപോലെ തന്നെ CPM-ന്റെ നയം അല്ല എന്ന് പറയേണ്ടി വരുമോ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റ് ആണ് എന്നൊരു നിലപാടെടുക്കുന്നതിന് വേണ്ടി? ഫാസിസ്റ്റ് ആണെന്ന നിലപാടാണോ എടുക്കേണ്ടത്? അല്ല, എന്താണ് അത് പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്? അത് ഞങ്ങൾ തീരുമാനിക്കും. അതിനെ സംബന്ധിച്ച് പാർട്ടി കോൺഗ്രസ് ഏത് പ്രസംഗങ്ങളിൽ, ഞാൻ പറഞ്ഞത് ഈ കവലകൾ തോറുമുള്ള പ്രസംഗങ്ങളിലാണ്, അതിൽ ഏറ്റവും ആദ്യം പറയുന്ന കാര്യം ഫാസിസ്റ്റ് സർക്കാരിനെതിരെയുള്ള നയപരിപാടികളുമായി പാർട്ടി മുന്നോട്ട് പോകുന്നു എന്നാണ്. ആരെങ്കിലും പറയുന്നതോ നിങ്ങൾ എന്ത് ആരെയോ അടിച്ചേൽപ്പിക്കുന്നതോ ഞാൻ പറയുന്നത് ശരിക്കും പിന്നെ വെറുതെ ആവശ്യമില്ലാതെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ പാർട്ടി പരിപാടി 2000 തിരുവനന്തപുരത്ത് നിന്നാണ് പാർട്ടി പരിപാടി 2000 ഞങ്ങൾ കാലോചിതമായിട്ട് മാറ്റിയത്. RSS ഫാസിസ്റ്റ് നിലപാട് സ്വീകരിക്കുന്ന ഒരു സംവിധാനമാണ്. അത് നിയന്ത്രിക്കപ്പെടുന്നതാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടി. അങ്ങനെ തന്നെ അടുത്ത് പറഞ്ഞത്, RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ഇത് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടിയെയും താരതമ്യം ചെയ്യാൻ സാധിക്കുന്നതല്ല. ഈ ന്യൂക്ലിയസായി RSSന്റെ ഫാസിസ്റ്റ് രീതി കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ BJP. ഇത് 2000 പാർട്ടി പരിപാടിയിലെ 7ാമത്തെ അധ്യായത്തിലെ 14ാമത്തെ ഖണ്ഡിക. അത് പാർട്ടി വ്യക്തമായിട്ട് പറഞ്ഞു. അത് പാർട്ടി പരിപാടിയിൽ അതിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ നമ്മുടെ രാഷ്ട്രീയ പ്രമേയം. ഓരോ ഘട്ടത്തിലും ഞങ്ങൾ പ്രമേയം അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 22ാം പാർട്ടി കോൺഗ്രസ്, 23ാം പാർട്ടി കോൺഗ്രസ്, ഇപ്പോൾ 24ാം പാർട്ടി കോൺഗ്രസ്, ഈ 3 പാർട്ടി കോൺഗ്രസ്സുകളിലായിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ ഞങ്ങൾ പറഞ്ഞു വെച്ചത്, ഇന്ത്യയിൽ കോർപ്പറേറ്റുകളുടെ നേതൃത്വത്തിൽ, കോർപ്പറേറ്റുകളുടെ താല്പര്യം, കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ കുത്തക മുതലാളിമാരുടെ താല്പര്യം, പിന്നെയോ ഹിന്ദുത്വ അജണ്ട, ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ള അജണ്ട, അമിതാധികാര വാഴ്ച, അതിൻ്റെ ഫാസിസ്റ്റ് രീതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഫാസിസമല്ല, ഫാസിസ്റ്റിക് രീതിയാണ് എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് രീതിയാണ് ഇവിടെ അവലംബിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വിമർശനം അതിലുണ്ട്. ഞാൻ അത് ഇതിനോട് വിശദീകരിക്കുക. അത് 22ാം പാർട്ടി കോൺഗ്രസ്. 23ാം പാർട്ടി കോൺഗ്രസ് പറഞ്ഞു ഈ ഫാസിസ്റ്റ് പ്രവണത അജണ്ടയായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. രണ്ടാമത്തേത് ഇപ്പം നമ്മൾ കുറച്ചുകൂടി എടുത്തു.
ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞു ന്യൂ ഫാസിസത്തിൻ്റെ പ്രവണതയാണ് ഇവിടെ നടപ്പിലാക്കാൻ നവഫാസിസം. നവഫാസിസം എന്ന് പറഞ്ഞിട്ടില്ല, നവഫാസിസ്റ്റ് പ്രവണതയുള്ള ഫാസിസത്തിലേക്ക് തൊട്ടില്ല. അതായത് അവിടത്തേക്കാണ് നീക്കം, ഫാസിസത്തിലേക്കാണ് നീങ്ങുന്നത്. ആ നീക്കത്തെ പ്രതിരോധിക്കുന്നതിന് മതനിരപേക്ഷ ഉള്ളടക്കവും ഇടതുപക്ഷ ഐക്യവും രൂപപ്പെടുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം എന്നാണ് രാഷ്ട്രീയ പ്രമേയം. ഈ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ അകത്ത് ഞങ്ങൾ ഒരിക്കലും അർദ്ധഫാസിസം എന്ന് ഞങ്ങൾ ഉപയോഗിച്ചത് അടിയന്തരാവസ്ഥ ഘട്ടത്തെയാണ്. അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ അത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഞങ്ങൾ ഉപയോഗിച്ച പദമാണ് അർദ്ധഫാസിസമാണ്. അപ്പോഴും ഫാസിസമാണെന്ന് പറഞ്ഞിട്ടില്ല. ക്ലാസിക്കൽ ഫാസിസം എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ ഇറ്റലിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഫാസിസ്റ്റ് രീതിയാണ്. ഭരണകൂട വ്യവസ്ഥ മുഴുവൻ സ്വന്തം കയ്യിലൊതുക്കി പട്ടാളം ഉൾപ്പെടെയുള്ള എല്ലാറ്റിനെയും കേന്ദ്രീകരിച്ച് പ്രതിപക്ഷത്തിനെതിരായിട്ട് ജനങ്ങൾക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ ഗ്യാസ് ചാമ്പറിലിട്ട് കൊല്ലുന്ന ആ ഫാസിസ്റ്റ് രീതിയാണ് യഥാർത്ഥത്തിൽ ക്ലാസിക്കൽ ഫാസിസം. ഹിറ്റ്ലറുടെ അതിപ്പോഴില്ലല്ലോ. വന്നിട്ട് ഞാൻ നിങ്ങൾ നമ്മുടെ ചർച്ച ഉണ്ടാവുമോ? ഈ പാർട്ടി ഓഫീസ് ഉണ്ടാവുമോ? ഈ ഗവൺമെൻറ് ഉണ്ടാവുമോ? ഇപ്പോൾ ഫാസിസ്റ്റ് ഇതിങ്ങനെ വെറുതെ ആവശ്യമില്ലാണ്ട് ഞങ്ങളാരും പ്രസംഗിച്ചിരുന്നു. ഫാസിസത്തിനെതിരായിട്ടുള്ള കൂട്ടായ്മ എന്ന് ഞങ്ങളല്ല പറഞ്ഞത്. ഫാസിസ്റ്റിക് രീതിക്ക് ഫാസിസ്റ്റ് പ്രവണതക്കെതിരായിട്ടുള്ള അതിശക്തിയായ ജനകീയ കൂട്ടായ്മ ഉണ്ടാവണം. അപ്പോൾ ഇതിനകത്ത് ഒരു തിരുത്തൽ പോലെ വരുത്തൂല. കാരണം ഫാസിസത്തിനെതിരെ എന്ന് പറയില്ല, ഫാസിസത്തിലേക്കുള്ള പോക്കിനെതിരെയുള്ള അങ്ങനെ പറയണ്ടേ, പറയും, അങ്ങനെയല്ലേ പറയേണ്ടത്. ഫാസിസത്തിലേക്കുള്ള യാത്രയാണ്, അതിനെ പ്രതിരോധിക്കണം. അങ്ങനെ പ്രതിരോധിക്കാനുള്ള ജനാധിപത്യ അവകാശിപ്പുണ്ട്, പാർലമെൻ്ററി സംവിധാനമുണ്ട്. നിയോ ഫാസിസത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ? നിയോ ഫാസിസത്തിൻ്റെ പ്രത്യേകത അത് ആഗോളവൽക്കരണത്തിൻ്റെ ഉൽപ്പന്നമാണ്. ആഗോളവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നിയോ ഫാസിസം ആരംഭിക്കുന്നത്. അപ്പോൾ അതൊന്നും ഇവിടെ ആയിട്ടില്ല. നിയോ ഫാസിസം ഒന്നും ഇവിടെ വന്നു കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് പറയുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിനോട് ഒരു മൃദു സമീപനം ഞങ്ങൾക്ക് ഏറ്റവും ശക്തമത്തായ എതിരാണ്. BJP ഗവൺമെൻറ് അവിടത്തേക്കാണ് എത്തുക, അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സാണ് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾ ഫാസിസം എന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന് ഫാസിസം എന്താണെന്ന് പറഞ്ഞാൽ എന്താ ആദ്യം പഠിക്കണം. നിയോ ഫാസിസം എന്താണെന്ന് പറയാം. അതിലും രാഷ്ട്രീയ സ്വപ്നങ്ങളാണ്, അത് പഠിക്കാൻ തയ്യാറാവണം. ഒന്നുമില്ലാണ്ട് സമകാലിക രാഷ്ട്രീയത്തിൽ ആ ഒരു പ്രയോഗമേ തെറ്റാണ്. അത് നന്നായി CPM അങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നന്നായി അത് ജനത്തിനൊരു ബോധ്യമായിട്ടുണ്ട്. വെറുതെ ഫാസിസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഫാസിസം എന്ന് പറയുന്നത് ശരിയില്ല എന്നുള്ളത്. ഫാസിസത്തിലേക്കാണ് ഇതിൻ്റെ യാത്ര. അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള മുഴുവൻ ജനങ്ങളെയും അണിനിരത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് രാഷ്ട്രീയ പ്രമേയം. മാഷിന്റെ ഒരു ടേം ഈ അടുത്ത കാലത്തും അതൊരു തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയുണ്ടായി. സ്വാഭാവികമായിട്ട് സംസ്ഥാന സമ്മേളനത്തിലൊക്കെ അതിനെപ്പറ്റിയുള്ള വിമർശനങ്ങളൊക്കെ വരുമായിരിക്കും. എന്തായിരുന്നു ഈ AI-യുടെ വളർച്ച വിവരമില്ലാണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, മാഷ നേരത്തെ തന്നെ സോഷ്യലിസത്തിലേക്കുള്ള ഒരു പാത എന്ന് പറഞ്ഞിരുന്നു. ആദ്യം കൃത്യമായിട്ട് പറഞ്ഞു, പിന്നെ വീണ്ടും കൃത്യമായിട്ട് പറഞ്ഞു, പിന്നെ ഇപ്പോഴും കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെന്താ കുഴപ്പം? AI എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ ഏറ്റവും അവസാനത്തെ ഇന്നത്തെ തലമുറയാണ്. അത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് മുഴുവൻ അനുഭവവേദ്യമാവേണ്ടതാണ്. ആവുന്നുണ്ടോ? ജനങ്ങൾക്ക് മുഴുവൻ ഈ AI സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ? മുതലാളിത്ത സമൂഹത്തിൽ ഉൽപ്പാദന വിതരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പരിശോധിക്കണം. ഈ സമ്പത്തിന്റെ കേന്ദ്രീകരണം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഇത് വന്നാൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള സമ്പത്തിൻ്റെ കേന്ദ്രീകരണം എവിടെയാണ് വരിക? തൊഴിലാളിയില്ല, കൃഷിക്കാരല്ല വരിക, കർഷകത്തൊഴിലാളിയില്ല വരിക, അത് പട്ടികജാതിക്കാരൻ്റെയും പട്ടികവർഗ്ഗക്കാരൻ്റെയും മുമ്പിലാണ് വരിക, എല്ലാം ഇവരെ കയ്യിലാണ് വരിക. അവർ തന്നെ പറയുന്നത് 60% ഓരോ സർക്കാരുകൾക്കും ആശ്രയിക്കേണ്ടി വരില്ലേ? ഇപ്പോൾ കേരളത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, നിക്ഷേപം മുടക്കാൻ വരുന്ന ആളുകളിൽ 1.52 ലക്ഷം കോടി മുടക്കാൻ വരുന്നവരെല്ലാം ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകളാണ്. AI ഉപയോഗിക്കും. കോർപ്പറേറ്റുകളൊന്നുമല്ല, അത് AI ഉൾപ്പെടെ ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുന്നത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് എന്താ? സാമൂഹ്യ ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ സാമൂഹ്യ ഉൽപ്പാദനോപാധികളും ആ രീതിയിലാവണം. എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനോപാധികൾ പൊതു ഉടമയിലാവണം. അങ്ങനെ വന്നാൽ ആ ശാസ്ത്രം, സാങ്കേതിക വിദ്യ, അതിൻ്റെ വളർച്ച ജനങ്ങൾക്ക് വീതിച്ചു കിട്ടും. അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം കൂടും. നേരെ മറിച്ച് കുത്തക മുതലാളികളുടെ കയ്യിലേക്ക് പോകുമ്പോൾ ദരിദ്രർ കൂടുതൽ ദരിദ്രരാകും. ഈ പ്രക്രിയയിൽ നിന്നാണ് സാമൂഹ്യ പരിവർത്തനത്തിലേക്ക് നീങ്ങുക. ഇതാണ് ഞാൻ സോഷ്യലിസത്തിലേക്ക് നീങ്ങാൻ ഇതും കൂടി ഇടയാവുമെന്ന് പറഞ്ഞത്. അല്ല, തൊഴിൽ തിന്നുന്ന ബഗനല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഇത് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഞങ്ങൾ അംഗീകരിക്കാണ്ടിരിക്കുന്നില്ല. CPIM ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് മാർക്സ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള
ഇന്നേ വരെ ഈ നിമിഷം വരെ ഞാനും നിങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ ലോകം നേടിയ എല്ലാ ശാസ്ത്ര സാങ്കേതിക എല്ലാ മേഖലയും ഒരു മേഖല ഞാൻ പറയുന്നില്ല, എല്ലാ മേഖലയിലുമുള്ള എല്ലാ വളർച്ചയെയും നിയമങ്ങളെയും അംഗീകരിക്കുന്ന ഒന്നാണ് മാർക്സം. അതുകൊണ്ടാണ് അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും വികസിക്കാൻ കഴിവുള്ള ഒന്നാണ് മാർക്സം. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടൊന്നുമില്ല, ഞാനും തള്ളിപ്പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞാൽ ഇത് സാമൂഹ്യ പരിവർത്തനത്തിലേക്ക് നയിക്കും. ശരിയാണ്. അതിനാണ് സാധ്യത. അല്ലെങ്കിൽ ഒരു കാര്യത്തെ ഇപ്പോൾ CPM തള്ളി പറയുന്നില്ല, മുൻപത്തെ പോലെയൊന്നുമല്ല. തള്ളി പറയുന്ന കാര്യത്തിൽ CPM ഇപ്പോൾ കുറച്ച് പിന്നോട്ട് പോയിട്ടുണ്ട്. അത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞാൽ, സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കുതകുന്നതെന്തോ അതിനെ അംഗീകരിക്കുക, സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് അംഗീകരിക്കാനാവാതെന്തോ അതിനെ തള്ളിപ്പറയുക. പക്ഷെ പിന്നീട് അംഗീകരിക്കേണ്ടി വരികയും ഒരിക്കലും അംഗീകരിക്കേണ്ടി വരില്ല. ചാതുർ വർണ്ണ വ്യവസ്ഥ, കമ്പ്യൂട്ടർ മാഷേ, കമ്പ്യൂട്ടർ നിങ്ങൾ അതിൻ്റെ ഇടയിൽ വെറുതെ കയറി പറയേണ്ടതെന്ന്. ചാതുർ വർണ്ണ വ്യവസ്ഥ തള്ളി പറയണ്ടേ? ഇപ്പോൾ ഈ അപ്പോൾ അമ്മാതിരിയുടെ നിഷേധം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ പറഞ്ഞിട്ട് അവസാനം എന്നെ എല്ലാം നിഷേധിക്കുന്നില്ല എന്നതല്ല, അതാ ഞാൻ പറഞ്ഞു വന്നത്. നിഷേധിക്കേണ്ടതിനെല്ലാം നിഷേധിക്കണം. അത് എന്താ നിഷേധിക്കേണ്ടത്? സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഉതകാത്ത എല്ലാം നിഷേധിക്കണം. സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന ഒന്നിനെയും നിഷേധിക്കാൻ പാടില്ല. അതാണ് മാഷ് നേരത്തെ പറയുകയുണ്ടായി, CPM-ന്റെ ഒരു നയസമീപനം പൂർണ്ണമായിട്ട് നടപ്പാക്കാനല്ല സർക്കാർ ഇരിക്കുന്നത്. പക്ഷേ ഈ ആശാവർക്കർമാരുടെ സമരം പോലും ഒന്ന് പരിഹരിക്കാൻ CPM-ന് പറയാം. അത് പരിഹരിക്കണം. ഞങ്ങൾ പറഞ്ഞല്ലോ പരിഹരിക്കണം. ഞങ്ങൾക്ക് ആർക്കാ തർക്കമുള്ളത്? അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന നേരത്തെ റോഡുണ്ടാക്കുമ്പോൾ നേരത്തെ ഗയൽ പദ്ധതിക്ക് വേണ്ടി, നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ കുടംകുളം പദ്ധതിക്ക് വേണ്ടി എതിരായിട്ട് നിന്ന് ഒരു വികസന പ്രവർത്തനം നടത്താൻ കൂട്ടാക്കാത്ത, അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാം അതിൻ്റെ പിന്നിൽ, SDPI അതിൻ്റെ പിന്നിൽ, SUCI അതിൻ്റെ പിന്നിൽ. സ്ത്രീകൾ അവിടെ സ്ത്രീകൾ ഇരിക്കുന്നതൊക്കെ വളരെ അനുഭവത്തോടുകൂടി ഞങ്ങൾ കാണുന്നത്. ഏത് സമരത്തെയും അനുഭവത്തോടുകൂടി കാണുന്ന പാർട്ടിയാണ് CPI. മാത്രമല്ല അതുകൊണ്ട് സമരം 100 ദിവസം 200 ദിവസം 250 ദിവസമൊക്കെ സമരം നടത്തിയ എത്രയോ അനുഭവമുള്ളവരാണ്. ആശാവർക്കർമാർക്ക് 21,000 രൂപ ശമ്പളം കൊടുക്കണം എന്നുള്ള നിലപാടുള്ള പാർട്ടിയാണ് CPM. ഹരിയാനയിലൊക്കെ സമരം ചെയ്തതാണ്. കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടിയാണ്. അല്ല, മുഴുവനും കേന്ദ്ര സർക്കാർ തരാൻ. ആര് തരണ്ടേ? പിന്നെ അല്ലല്ല, ഞാൻ പറഞ്ഞില്ല അവകാശപ്പെടുന്നുണ്ടല്ലോ 7,000 രൂപ. ആരെ സ്കീമാണെന്ന്? അല്ല, കേന്ദ്ര സ്കീം അല്ലേ? അപ്പൊ ആരാ കൊടുക്കേണ്ടത്? വെറുതെ രാഷ്ട്രീയം പറയാൻ പാടില്ല. അല്ല, അങ്ങനെയാണ് ആരാ കൊടുക്കേണ്ടത്? ആരാണ് അതിന് പൈസ കൊടുക്കേണ്ടത്? 21,000 രൂപയാണ് അവർക്ക് കൊടുക്കേണ്ടതെങ്കിൽ ആ 21,000 രൂപയുടെ പകുതി എങ്കിലും കൊടുക്കണ്ടേ? പകുതി അല്ലല്ലോ, അത് കൃത്യമായ വ്യവസ്ഥയുണ്ട്. ശരിയാണ്, 7,000 രൂപ എന്നുള്ള സംസ്ഥാന സർക്കാർ ഇവിടെ പ്രഖ്യാപിച്ചു. ഇൻസെന്റീവ്സ് എന്ന രീതിയിലുണ്ട്, അത് കേന്ദ്രം തരണം. അതിന്റെ 60%. അത് പറയണ്ടേ സുരേഷ് ഗോപി? അവിടെ കുട കൊഞ്ചു കൊടുത്താൽ പോരല്ലോ. അതങ്ങനെയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന് എടുക്കാമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കൊടുത്തുകൊണ്ടാണല്ലോ ഇപ്പോഴും 13,200 രൂപ വരെ വാങ്ങാൻ സാധിക്കുന്നത് ചിലർക്കെങ്കിലും. എല്ലാവർക്കും ആയിട്ടില്ല, വളരെ അപൂർവമാണ്. അപൂർവമായിക്കോട്ടെ. എന്നാൽ 7,000 എല്ലാവരും കിട്ടുന്നുണ്ടല്ലോ. ഈ 7,000 ഉള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനം ഉണ്ടോ? ഉണ്ട്. ഏത് സംസ്ഥാനം? ആന്ധ്രാപ്രദേശിൽ 10,000. അത് വെറുതെ പറയാണ്, ഇപ്പം കൊടുത്തില്ല. ആന്ധ്രാപ്രദേശിനെ പറ്റി ഞങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം കൊടുത്തില്ല. വെറുതെ പറയാ, കളവ് പറയാ. അവിടെ ഒരു സർക്കാർ പോലും കൊടുക്കുന്നുണ്ട്. വെറുതെ ഒരു കടലാസം കൊണ്ട് നടക്കുക കോൺഗ്രസ്സുകാർ ഞങ്ങൾ അവിടെ കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് വെറുതെ പറയാണ്. 7,000 രൂപയിൽ നിങ്ങൾ പരിശോധിച്ചോന്നു. നിങ്ങൾ നാളെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് പരസ്യമായിട്ടില്ലേ? കേൾക്കൂലേ ജനങ്ങൾ മുഴുവൻ? നിങ്ങൾ പറ, അതിന്റെ രേഖ കൊടുക്കട്ടെ. 10,000 രൂപ ഞങ്ങൾ കൊടുത്തിരിക്കുന്നു എന്ന് പറയട്ടെ. 1,07,000 കോടി രൂപയല്ലേ ഗവൺമെന്റ് ഈ കാലത്ത് തരാതിരുന്നത്? 1,07,000 കോടി, 54,000 കോടി കഴിഞ്ഞ കൊല്ലം തന്നില്ലല്ലോ. അതൊക്കെ പേപ്പറിലുള്ള കാര്യങ്ങൾ മാത്രമല്ലേ മാഷെ? അന്ന് തന്നെ അക്കാര്യം നിർമ്മല സീതാരാമൻ പറഞ്ഞതാണ്. അതിനൊരു മറുപടി പോയിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. ധനകാര്യ കമ്മീഷനുകളാണല്ലോ ഈ പണം കൊടുക്കുന്നത് തീരുമാനിക്കുന്നത്. അതങ്ങനെയാണ്. അത് ഓരോ ധനകാര്യ കമ്മീഷനുകളും 3.9% കിട്ടിക്കൊണ്ടിരുന്നതല്ലേ 10ാം ധനകാര്യ കമ്മീഷൻ. ഇവിടെ ഇപ്പം എത്രയാ? 1.93. 1.9. അതെല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ സംസ്ഥാനത്തും മാത്രമല്ല, എല്ലാ സംസ്ഥാനവും കൂടി. നമുക്ക് മാത്രമേ തരാതിരിക്കുന്നത്. കേരളത്തിനല്ലേ തരാതിരിക്കുന്നത്? കേരളത്തിനാണ് തരാതിരിക്കുന്നത്. കേരളത്തിന് തരാതിരിക്കുന്നത് ന്യായം പറയാൻ വേണ്ടി എല്ലാ സംസ്ഥാനത്തിനും പൊതുവൽക്കരിക്കാൻ പോകാം. നിങ്ങളുടെ താല്പര്യം കേരളത്തോടുള്ള താല്പര്യമല്ല. 3 കേന്ദ്രമന്ത്രിമാർ വന്നാണ് വാഗ്ദാനങ്ങൾ നൽകിയത് നിക്ഷേപ സംഗമത്തിൽ. അതുപോലെ ഗവൺമെന്റിനെ ഉപേക്ഷിക്കുന്നതിന് പരിപാടിയില്ല നമുക്ക്. ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ഇല്ലാണ്ട് പിന്നെ റിസർവ് ബാങ്ക് ഇല്ലെങ്കിൽ പണം ഉണ്ടാവില്ല. നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല എന്താ അർത്ഥമുള്ളത്? ഞങ്ങൾ റിസർവ് ബാങ്ക് കൂട്ടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ശമ്പളം കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അതാ ഞാൻ പറയാം, ഇമാതിരി ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ലളിതമായ ചോദ്യമല്ല ഇവിടെ വേണ്ടത്, നമ്മുടെ സീരിയസ് ആയ ചർച്ചയാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റ് ഫെഡറൽ സംവിധാനത്തിലെ ഭരണഘടന, കേന്ദ്രമുണ്ട് സംസ്ഥാനവും ഉണ്ടല്ലോ നിലവിൽ ഭരണഘടനാപരമായിട്ട്. കേന്ദ്ര ഗവൺമെൻറ് ബാധ്യതയില്ലേ കേരളത്തിലെ ഗവൺമെൻറ്റിന് ഈ പറയുന്ന എല്ലാ രീതിയിലുള്ള അധികാരാവകാശങ്ങൾ ഉള്ള സംസ്ഥാനത്തിന് കൊടുക്കാൻ?
അല്ലാണ്ട് ഇവർ ഓശാരെന്നുള്ളല്ലോ ചോദിക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന് ഓശാർ ശരിക്കും ചോദിക്കുന്ന പറഞ്ഞാൽ മുമ്പ് UPA ഭരണകാലത്തും ഇവിടെ ഇടതുപക്ഷ സർക്കാർ ഉണ്ടായിട്ടുള്ളതാണ്. അതിനു മുമ്പ് കോൺഗ്രസിന്റെ അതും കിട്ടിയില്ല. അതുകൊണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഇപ്പോഴത്തെ ഈ BJP നേതൃത്വം വഹിക്കുന്ന സർക്കാരിൽ നിന്നല്ലേ കേരളത്തിലെ വികസനത്തിന് വേണ്ടി കൂടുതൽ ഒരു സഹായം കിട്ടുന്നില്ല. എന്ത് സഹായം വികസനത്തിന് വേണ്ടി കിട്ടുന്നത്? കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. ഇത് മാത്രം പിണറായി 3ലേക്ക് വരുമ്പോൾ പിണറായി വിജയൻ തന്നെ നയിക്കട്ടെ, അതാണോ? അതൊന്ന് കൂടുതൽ ക്ലാരിറ്റി വരും. കാരണം അങ്ങനെ ഒരു ചർച്ച വന്നിട്ടുണ്ട്. പിണറായി നയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പിണറായി നയിക്കും. അല്ലെങ്കിൽ പിണറായി ഗവൺമെൻറ് നല്ലതല്ല, LDF ഗവൺമെൻറ്റാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. LDF ഗവൺമെൻറ് ആര് നയിക്കണം എന്നുള്ളത് പാർട്ടി അന്നേരം അതാത് സന്ദർഭത്തിൽ അടുത്ത വർഷം തീരുമാനിക്കുന്നത്. ഈ പ്രായത്തിന്റെ പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ 75 എന്നുള്ള കാര്യം അക്കാര്യത്തിൽ പിണറായി വിജയൻ നേരത്തെ ഇളവ് നൽകിയിരുന്നു. അപ്പോൾ അങ്ങനെ ഇളവ് നൽകേണ്ടി വരും. അതെങ്ങനെയാണ് പക്ഷേ അത് ഇളവ് പാർട്ടിയാണ് തീരുമാനിക്കുക, സെൻട്രൽ കമ്മിറ്റി. അപ്പോൾ ഇളവ് നിലവിലുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മത്സരിക്കുന്ന കാര്യത്തിൽ അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. പാർട്ടിയാണ് തീരുമാനിക്കുന്നതെല്ലാം. ഞാനാണോ അല്ല മറ്റാരെങ്കിലും ആണോ ആരാണ് എന്നുള്ള കാര്യം എല്ലാം തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന തീരുമാനങ്ങളെല്ലാം വരിക. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ഗവൺമെന്റ് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ നയിക്കുന്നയാളെ കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മുഖമായിട്ട് വരിക എന്നുള്ളതല്ലോ. നയിക്കുന്നയാൾ തന്നെ മാറേണ്ട കാര്യം ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ തന്നെയാണ് അടുത്ത വർഷം മുന്നണി ഗവൺമെൻറ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നയിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ഇനി അതിൻ്റെ തുടർച്ച വരുമ്പോൾ അന്നത്തെ പരിസ്ഥിതിയിലാണ് തീരുമാനിക്കുക. അല്ലാണ്ട് ഇപ്പോഴേ തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോകില്ലല്ലോ. നോക്കാം നമുക്ക്. ശരിയാണ്, പാർട്ടി അങ്ങനെ ചെയ്യാറുമില്ല. പക്ഷേ എന്നാലും ജനങ്ങൾക്കൊരു ചിത്രം കിട്ടണമല്ലോ. ജനങ്ങൾക്ക് നല്ല രീതിയിൽ ചിത്രം കിട്ടുന്നുണ്ട്. നിങ്ങൾക്കാണ് സംശയമുള്ളത്. ജനങ്ങൾക്കൊക്കെ നല്ല ധാരണയുണ്ട്. ശരി, ഒരു ഗവൺമെൻറ് കൂടി വന്നാൽ ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. നിങ്ങളിപ്പോൾ അതല്ലാത്ത രീതിയിൽ ധാരണ ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിലൊന്നും ഒരു ഉത്കണ്ഠയില്ല. ഞങ്ങൾ അത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ട സമയത്ത് തീരുമാനമെടുക്കും. ഇത്തവണത്തെ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു BJP എന്നൊരു ശക്തി കൂടി വന്നിട്ടുണ്ട്. അത് കണ്ടില്ല എന്ന് എന്തായാലും CPM പറയും. പക്ഷേ അവിടെ ഞാൻ പോട്ടെ, ഈ 2026 പിണറായി 3 കോൺഫിഡൻസ് അല്ലെങ്കിൽ LDF 3 കോൺഫിഡൻസ് എന്ന് പറയുന്നതിൽ ഒരു പ്രധാന ഘടകം BJP അല്ലേ? BJP പിടിക്കുന്ന അല്ല. ഞാനൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം. ഇവിടെ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് കോൺഗ്രസ്. BJPക്ക് അനുകൂലമായ നിലപാട് ഇവിടെ തന്നെ ഇവിടെ വരാഹം സന്തോഷിക്കുന്നവരാണ് CPM. സി വരാഹം വാർഡിൽ തന്നെ കോൺഗ്രസ്സുകാർ ഇപ്രാവശ്യം BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തില്ലേ? ശരി, നന്ദി മാഷ്. ശരി. യെസ്.